ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നീമിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ട് നമ്മൾ ഗ്രീൻ കളർ കൊടുത്തിട്ട് നല്ലൊരു സോപ്പ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്കൊരു 20 സോപ്പിന്റെ ഓർഡർ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കിലോ ബേസ് എടുത്തിട്ടുണ്ട് കണ്ട. ഈ 1 കിലോ ബേസിൽ ഉള്ള സോപ്പാണ് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 20 സോപ്പാണ് മൊത്തം നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ആദ്യം 1 കിലോ സോപ്പിനുള്ള ബേസിനുള്ള സോപ്പ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ പോലെ തന്നെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ വേണം ഉണ്ടാ കൊടുക്കണമെന്ന്. നീമല്ല, നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ഓയിലാണ് കേട്ടത്. അതുപോലെ പെർഫ്യൂം ചന്ദ്രികാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് സംഭവം. അപ്പോൾ നമ്മളിത് 1 കിലോ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടല്ലേ, അപ്പോൾ ഇത് ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സംബന്ധിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇന്നും പറയുന്ന പോലെ തന്നെ സോപ്പിൻ്റെ ഐറ്റംസുകൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ ബേസ് വേണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരാം. പിന്നെന്ത് പറയാനുള്ളത്, ഇത്ര നാൾ നമുക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നമ്മൾ കൊടുത്തയച്ചു. അവരൊക്കെ അഭിപ്രായം ഈ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താണെങ്കിൽ നല്ലതാണ്. കിട്ടിയെന്നും അതുപോലെ എങ്ങനെയാണ് നമ്മളെ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ കുറെ ആൾക്കാര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ പ്രത്യേകം എല്ലാവർക്കും നന്ദി. അതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മെൽറ്റ് ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മെൽറ്റ് ആയി എടുക്കട്ടെ, കുറച്ച് അധികമുള്ള കാരണേ. ഓക്കെ, അത് മെൽറ്റ് ആയിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. മെൽറ്റായി എല്ലാം അടിപൊളിയായിട്ട്, കുറേശ്ശെ പതിൻ്റെ ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. ഇപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ അധികമായിട്ട് ആക്കണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകണം നമ്മുടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർക്കാൻ പോകണം കേട്ടോ. ഇതുപോലത്തെ ടീസ്പൂൺ കൊണ്ട് കുറച്ച് നമ്മൾ കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ഓയിലാണിത്. നീമിൻ്റെ കേട്ടോ, നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ഓയിൽ. അപ്പോൾ അതും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ഇട്ട് ഇതാക്കാണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടുവെള്ളത്തിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുക, പതുക്കെ പതുക്കെ ഇങ്ങനെ ഒക്കെ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒക്കെ മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ലാസ്റ്റ് ഇട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്രീൻ കളറാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ലിക്വിഡ് ടൈപ്പ് കളറാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റായിട്ട് ചേർക്കുക, തിരിത് വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള കളർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്രീനിഷ് കളറ് നമ്മുടെ ഇതാണല്ലോ, നമുക്ക് എന്താ പറയാം, നീമാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് കളർ ഇത്തിരി കൂടുതൽ ഇഷ്ടപ്പെട്ടു എപ്പോഴും ചേർത്ത് കൊടുക്കാൻ. എനിക്ക് ഞങ്ങളിവിടെ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഇത്തിരി കൂടി ഞാൻ കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പെർഫ്യൂം ചേർക്കുന്നുള്ളൂ നമ്മൾ. അത് നമുക്ക് ഒഴിക്കണതിൻ്റെ ആ സമയത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ചേർത്ത് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കളറൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, പച്ച കളറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒഴിക്കണ മോൾഡിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പെർഫ്യൂം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ 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 അപ്പോൾ നമ്മുടെ പെർഫ്യൂം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ 1 കിലോ ബേസാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു 20 മില്ലി മാക്സിമം ഇതിലേക്ക് ഒഴിച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ. കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല, ലൈറ്റ് സ്മെല്ല് കിട്ടും. നമ്മളൊരു 20 മില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചന്ദ്രികാര സ്മെല്ലാണ് നമ്മൾ ചേർത്തത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ
മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ സോപ്പിൻ്റെ പാട്ട് കേൾക്കണ്ടല്ലോ. അയ്യോ നിറഞ്ഞു പോയി. നിറഞ്ഞു പോയിട്ട് ഇല്ല. രണ്ടാവിലാണ് ഇതെല്ലാം നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം ബാക്കി വന്നു. 10 ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് 1 കിലോ ബേസിലാണ്. നമ്മൾ 1 കിലോ ബേസാണ് നമ്മൾ എടുത്തത്. നമുക്ക് 10 സോപ്പാണ് കിട്ടിയത്. ഇതിൽ എക്സ്ട്രാ നമ്മൾ ജ്യൂസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോപ്പും കൂടി നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ബാക്കി നമുക്ക് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അതേ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ 20 സോപ്പിൻ്റെ ഓർഡറിൽ 10 സോപ്പായിട്ടുള്ള ഇനി 10 കൂടി ഉണ്ടാക്കണം. അത് നാളെ ഉണ്ടാക്കാം. അപ്പോൾ റിമൂവ് ചെയ്യാൻ പോട്ടെ ഞാൻ. നല്ല നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ചേർത്ത അടിപൊളി സോപ്പ് നമ്മുടെ ഇപ്പോൾ ഒരു സാധനം ഉണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ റിമൂവ് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. നോക്കിയാ നമ്മുടെ ആദ്യത്തെ ഇതിലത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം രണ്ടാമത് വെച്ചാലത്തെ അല്ല ഫസ്റ്റ് വെച്ചാലത്തെ ഇതാണ് എടുക്കാൻ പോകുന്നത്. സെറ്റല്ല. എല്ലാവരും ട്രൈ ചെയ്തോട്ടോ. അടിപൊളി സംഭവമാണ്. ബേസ് കാര്യങ്ങൾ കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക. നമ്മളെല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ മാത്രമേ വേണ്ടു. കൊണ്ടുപോയിട്ട് നമുക്ക് എന്താ വേണ്ട വെച്ചാൽ നമ്മളെല്ലാം നിങ്ങൾക്ക് സെറ്റാക്കി തരാം. പറഞ്ഞാൽ മതി. കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാം. കണ്ടില്ലേ നിങ്ങൾ? അടിപൊളിയായില്ലേ സംഭവങ്ങൾ? സെറ്റായില്ലേ? സെറ്റ് അതിൻ്റെ സംഭവം അടിപൊളിയില്ലേ ആടാ. അപ്പം നമ്മുടെ നീമിൻ്റെ ചന്ദ്രിക സ്മെല്ല് വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ. നമുക്ക് 20 സോപ്പ് നമുക്കിത് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സോപ്പാണ്. ഇപ്പോൾ 10 ഉണ്ടാക്കി കഴിഞ്ഞു. ഈ 10 നമുക്ക് നാളെ ഉണ്ടാക്കണം. അത് ചിലപ്പോൾ ബൈ ചാൻസ് പിയേഴ്സിൻ്റെ സോപ്പായിരിക്കും. ഇത് 10 നീമിൻ്റെ നല്ല അടിപൊളി ചന്ദ്രികയുടെ സ്മെല്ല് വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ട് നമ്മൾ പിയേഴ്സിൻ്റെ ആയിരിക്കും ചിലപ്പോൾ നാളെ ഉണ്ടാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ സോപ്പ്, ബേസ്, അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം, മോൾഡുകൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.